യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. എന്റെ ജനത്തെ ആശ്വസിപ്പിപ്പീൻ, ആശ്വസിപ്പിപ്പീൻ എന്ന് നിങ്ങളുടെ ദൈവം അരുളിച്ചെയ്യുന്നു. യെരൂശലേമിനോട് ആദരവോട് സംസാരിച്ചു. അവളുടെ യുദ്ധസേവ കഴിഞ്ഞും അവളുടെ അകൃത്യം മോചിക്കപ്പെട്ടും അവൾ തൻ്റെ സകല പാപങ്ങൾക്കും പകരം യഹോവയുടെ കയ്യിൽ നിന്ന് ഇരട്ടിയായി പ്രാപിച്ചുമിരിക്കുന്നു എന്ന് അവളോട് വിളിച്ചു പറവിൻ. കേട്ടോ, ഒരുത്തൻ വിളിച്ചു പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുവിൻ. എല്ലാ താഴ്വരയും നികന്നും എല്ലാ മലയും കുന്നും താണും വരേണം. വളഞ്ഞത് ചൊവ്വായും ദുർഘടങ്ങൾ സമമായും തീരേണം. യഹോവയുടെ മഹത്വം വെളിപ്പെടും, സകല ജഡവും ഒരുപോലെ അതിനെ കാണും. യഹോവയുടെ വായല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. കേട്ടോ, വിളിച്ചു പറയുക എന്ന് ഒരുത്തൻ പറയുന്നു. എന്തു വിളിച്ചു പറയേണ്ടു എന്ന് ഞാൻ ചോദിച്ചു. സകല ജഡവും പുല്ലുപോലെയും അതിൻ്റെ ഭംഗിയെല്ലാം വയലിലെ പൂ പോലെയും ആകുന്നു. യഹോവയുടെ ശ്വാസം അതിന്മേൽ ഊതുകയാൽ പുല്ലുണങ്ങുന്നു, പൂവാടുന്നു. അതെ, ജനം പുല്ല് തന്നെ, പുല്ലുണങ്ങുന്നു, പൂവാടുന്നു. നമ്മുടെ ദൈവത്തിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. സുവാർത്താദൂതിയായ സിയോനെ, നീ ഉയർന്ന പർവ്വതത്തിലേക്ക് കയറി ചെല്ലുക. സുവാർത്താദൂതിയായ യെരൂശലേമേ, നിന്റെ ശബ്ദം ശക്തിയോടെ ഉയർത്തുക, ഭയപ്പെടാതെ ഉയർത്തുക. യഹൂദ നഗരങ്ങളോട്, ഇതാ നിങ്ങളുടെ ദൈവം എന്ന് പറക. ഇതാ യഹോവയായ കർത്താവ് ബലശാലിയായി വരുന്നു. അവന്റെ ഭുജം അവനു വേണ്ടി ഭരണം ചെയ്യുന്നു. ഇതാ കൂലി അവന്റെ പക്കലും പ്രതിഫലം അവന്റെ കയ്യിലുമുണ്ട്. ഒരു ഇടയനെ പോലെ അവൻ തൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിക്കുകയും കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാർവിടത്തിൽ ചേർത്ത് വഹിക്കുകയും തള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യും.